ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ക്രസ്റ്റ് ക്രംബിൻ്റെ ഐസ്ക്രീം പൗഡർ കൊണ്ടുള്ള ഐസ്ക്രീമാണ്. ഈസിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ 200 ml പാല്, നല്ല തണുപ്പിച്ച പാല്, ചൂടുള്ളതല്ല, ചൂടില്ലാത്ത പാല്, തണുപ്പിച്ച പാല്. പിന്നെ ക്രസ്റ്റ് ക്രംബിൻ്റെ ഐസ്ക്രീം പൗഡർ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇതൊഴിച്ചിട്ട് പാലൊഴിക്കുക. 200 ml പാല് മതി. അതിലേക്ക് നമുക്ക് ഈ ഐസ്ക്രീം പൗഡർ ചേർക്കാം. കുറേശ്ശെ ഇട്ടിട്ട് വിസ്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് മിക്സിയിൽ അടിക്കുന്നുണ്ട്, എന്നാലും വിസ്ക് കൊണ്ട് ആദ്യം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് മിക്സിയിലേക്ക് അത് ഒഴിക്കാം. അതിൻ്റെ കളറ് മാറിയത് കണ്ടോ? ബട്ടർ സ്കോച്ചിൻ്റെ ആണ് ഞാൻ ഐസ്ക്രീം പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതാണ് ഈ കളറ്. ഞാനിതിലൽപ്പം ചോക്ലേറ്റ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. ആ പൊടി ഫുള്ള് പാലിൽ മിക്സ് ചെയ്യുന്ന പാകത്തിൽ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം ചോക്ലേറ്റ് പൗഡർ ഞാൻ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഷുഗർ ഇല്ലാത്ത ചോക്ലേറ്റ് പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അടിക്കാം. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മളിത് ഫ്രീസറിൽ വയ്ക്കുക. കണ്ടില്ലേ? നല്ല ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ വേണം വയ്ക്കാൻ. 2 മണിക്കൂർ ഞാൻ അതിനകത്ത് വച്ചു. എന്നിട്ട് ഒന്ന് എടുത്തിട്ട് ഒന്നുകൂടെ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതിൻ്റെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുന്ന രീതിയിൽ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. നമുക്ക് എന്നിട്ട് അത് ഒന്നുകൂടെ ഫ്രീസറിൽ വെക്കാം. ഒരു 7 to 8 hours വെക്കണം. നമ്മുടെ ഐസ്ക്രീം റെഡിയായി. ഞാൻ 8 മണിക്കൂർ വച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം റെഡിയായി. അപ്പോൾ നമുക്ക് സ്കൂപ്പിൽ എടുക്കുമ്പോൾ അറിയാം. കാരണം നല്ല കട്ടിയായിട്ടുണ്ട്. അല്ലേ? നല്ല ഈസി ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ? അപ്പം ഇത് നമ്മൾ സാധാരണ പാല് ചൂടാക്കി അടുപ്പത്ത് വെച്ച് അങ്ങനെയുള്ള പ്രോസസ്സ് ഒന്നുമില്ല. ഇത് തണുപ്പിച്ച പാലിൽ നമ്മൾ ഈ ഐസ്ക്രീം മിക്സ് ഉണ്ടാക്കുക ചെയ്യണേ. പിന്നെ മോന് ചോക്ലേറ്റാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് പൗഡർ ചേർത്തതേ ഉള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് അതുപോലെ എടുക്കാം. എക്സ്ട്രാ പഞ്ചസാര അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയായി. പിന്നെ മുകളിലൊരു ചെറിയൊക്കെ വെച്ചിട്ട് നമുക്ക് അലങ്കരിക്കാം. അപ്പോൾ നിങ്ങൾ ഐസ്ക്രീം പൗഡർ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഫ്രോസൺ ചെയ്ത പാല് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതായത് അടുപ്പത്ത് വയ്ക്കാത്ത രീതിയിലുള്ള അങ്ങനത്തെ ഐസ്ക്രീം പൗഡർ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക.